നമസ്കാരം. ശബ്ദമില്ലാതെ നമ്മുടെ ഉള്ളിൽ വിളക്ക് തെളിയിക്കുന്ന ആത്മീയ വഴിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇത് ഋഷിപ്രോക്തം ചാനൽ. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് പ്രാർത്ഥനകളുടെ അതിവിശാലമായിട്ടുള്ള ഫലപ്രാപ്തിയെ കുറിച്ചാണ്. നിങ്ങൾക്ക് എത്ര ജപിച്ചാലും എത്ര വിളക്ക് തെളിച്ചാലും ചിലപ്പോൾ ഫലം ലഭിക്കാതെ പോകുന്നുണ്ടോ? അതെന്തുകൊണ്ടാണ്? പലരും ചോദിക്കുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ ക്ഷേത്ര ദർശനം നടത്തി, ക്ഷേത്രങ്ങളിൽ ഒരുപാട് പണം ചെലവാക്കുന്നു, പ്രാർത്ഥനകൾ, വഴിപാടുകൾ, നാമജപം ഇവയൊക്കെ നടത്തിയിട്ടും എന്റെ ജീവിതത്തിൽ അതിന് തക്ക പ്രയോജനം ലഭിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുന്ന അതിന്റെ കാര്യകാരണങ്ങളാണ്. അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പഞ്ചശുദ്ധി എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പൂർണ്ണ ഫലം കിട്ടണോ? പഞ്ചശുദ്ധി എന്താണെന്ന് അറിയുക. ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കിതിനെ ഏതാനും ഭാഗങ്ങളായിട്ട് ഒന്ന് തരംതിരിക്കാം. ആദ്യം നമുക്ക് പഞ്ചശുദ്ധി എന്താണ്, അതിന്റെ തത്വം എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പഞ്ചശുദ്ധി പാലിക്കുന്നിടത്ത് ദൈവിക സാന്നിധ്യം ഉറപ്പാണ്. ദൈവം വലിയ മന്ത്രങ്ങളിലല്ല, വലിയ ആഡംബരങ്ങളിലല്ല കുടിയിരിക്കുന്നത്. ശുദ്ധിയിലാണ്, ശ്രദ്ധയിലാണ്, വിശ്വാസത്തിലാണ്. ശരീരം, മനം, സ്ഥലം, ദ്രവ്യം, മന്ത്രം ഇവയൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ അഞ്ച് കാര്യങ്ങളും ശുദ്ധമായാൽ സ്വാഭാവികമായും നമ്മളുടെ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തും. നമുക്കിനി രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം. അത് ശരീരശുദ്ധിയാണ്, പ്യൂരിറ്റി ഓഫ് ബോഡി. പഞ്ചശുദ്ധിയിലെ ആദ്യ പടിയാണ് ശരീരശുദ്ധി എന്നത്. പകൽ സമയങ്ങളിൽ മത്സ്യമാംസാദികൾ കഴിച്ചതിന് ശേഷം പ്രാർത്ഥനയിലേക്ക് കടക്കുന്നത് അത്ര ശാസ്ത്രസമ്മതമല്ല. കുറഞ്ഞ പക്ഷം ക്ഷേത്ര ദർശനമെങ്കിലും ഒഴിവാക്കുക. അതായത് ക്ഷേത്ര ദർശനം ഒഴിവാക്കി പ്രാർത്ഥന ഇല്ലാതാക്കണമെന്നല്ല. ക്ഷേത്ര ദർശനത്തിന് പോകുന്ന അവസരങ്ങളിലെങ്കിലും മത്സ്യമാംസാദികൾ ഒഴിവാക്കുക എന്നുള്ളത്. പലരും തങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സപ്താഹം പോലെയുള്ള വിശേഷ അവസരങ്ങൾ വരുമ്പോൾ പോലും വീട്ടിൽ മത്സ്യമാംസാദികൾ ഒഴിച്ചുകൂടാത്തതായി വാങ്ങിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകാത്തത്. ഇത്തരത്തിൽ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് ദൈവത്തിന് അസ്വീകാര്യമാണെന്നല്ല, നമ്മുടെ ശരീരാവസ്ഥ ആത്മീയ അവസ്ഥയ്ക്ക്, ആത്മീയമായിട്ടുള്ള ലയനത്തിന് യോജിച്ചതായിരിക്കണം. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്കും ക്ഷേത്ര ദർശനത്തിനും മുൻപായി മത്സ്യമാംസാദികൾ കഴിക്കരുത് എന്ന് പറയുന്നത്. വിശപ്പുള്ള ശരീരവും ഭാരം കൂടിയ മനസ്സും ചേർന്ന് ദൈവത്തെ വിളിച്ചാൽ ആ വിളി നമ്മുടെ ഉള്ളിൽ തന്നെ കുടുങ്ങിപ്പോകും. ഇനി നമുക്ക് മൂന്നാം ഭാഗത്തിലേക്ക് കടക്കാം. മനഃശുദ്ധി, മെന്റൽ പ്യൂരിറ്റി. നമ്മുടെ പ്രാർത്ഥനയുടെ ഇടയിൽ പല ചിന്തകൾ കടന്നു വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അത് പ്രാർത്ഥനയാകുന്നില്ല. ശബ്ദമുള്ള മൗനമായിട്ട് അത് തരംതിരിക്കപ്പെടാം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എപ്പോഴും 2-3 മിനിറ്റ് പ്രാണായാമം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ശ്വാസം അകത്തേക്ക് പുറത്തേക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിന്തകൾ പതുക്കെ അടഞ്ഞു പോകും. ചിന്തകളുടെ വാതിൽ അടയ്ക്കപ്പെടും. നമ്മുടെ മനസ്സ് നിർമ്മലമാകും, ശാന്തമാകും, ഏകാഗ്രമാകും. മനസ്സ് നിശബ്ദമായാൽ ദൈവം അവിടെ സംസാരിച്ചു തുടങ്ങും. ഇനി നമുക്കിതിന്റെ നാലാം ഭാഗത്തിലേക്ക് കടക്കാം. സ്ഥലശുദ്ധി, സ്പേസ് പ്യൂരിറ്റി. അതായത് പ്രാർത്ഥിക്കുന്ന സ്ഥലം ശുദ്ധിയുള്ളതായിരിക്കണം. തറ വൃത്തിയാക്കുക, വിളക്ക് വെക്കുന്നിടത്ത് ശുചിത്വം ഉറപ്പാക്കുക. ഇവയൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പരമാവധി ശ്രദ്ധിച്ച് ചെയ്യുക. ഒരു ധനാഢ്യന്റെ വീട്ടിലും ഒരു സാധാരണക്കാരന്റെ വീട്ടിലും ശുദ്ധ അശുദ്ധികൾ വ്യത്യസ്തമായിരിക്കും. അവരവരുടെ സാഹചര്യത്തിനനുസരിച്ച് പരമാവധി ശുദ്ധിയുള്ള സ്ഥലത്തായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് എന്നർത്ഥം. എപ്പോഴായാലും വിളക്ക് വെക്കുന്നതിന് മുമ്പ് അവിടെ വെള്ളം തളിച്ച് ശുദ്ധമാക്കുക. ഒരു പാത്രത്തിൽ വെള്ളമിട്ട് തുളസിയില ഇട്ട് ഏതൊരാൾക്കും ജലത്തെ തീർത്ഥമാക്കാൻ സാധിക്കും. ഒരു പാത്രത്തിൽ ജലമെടുത്ത് അതിൽ തുളസിയില ഇട്ട് കൈ തൊട്ടുകൊണ്ട്, അഥവാ കൈയുടെ ഈ ചൂണ്ടുവിരൽ, ഈ മോതിര വിരൽ ജലത്തിൽ തൊട്ടുകൊണ്ട് ഇമ ആപ ശിവാസന്തു ശുഭാ ശുദ്ധാശ്ച നിർമ്മല പാവന ശീതളാശ്ചൈവ ഭൂതാ സൂര്യസ്യ രശ്മിഭിഹി എന്ന മന്ത്രത്തെ കാലത്താണെങ്കിൽ ജപിക്കുക. അതിനുശേഷം ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലൈസ്മിൻ സന്നിധിം കുരും എന്ന മന്ത്രത്തെ ജപിക്കുക. ഇത് ആ സാധാരണ ജലത്തെ
തീർത്ഥമാക്കുന്നതിനുള്ള വിശേഷ മന്ത്രമാണ്. ഇത് ജലത്തെ തീർത്ഥമാക്കുന്നു, ആ സ്ഥലത്തെ ദേവസ്ഥാനമാക്കുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. ദ്രവ്യശുദ്ധി എന്നതാണ്. അതായത് മെറ്റീരിയൽ പ്യൂരിറ്റി. വിളക്ക്, തിരി, എണ്ണ എല്ലാം വൃത്തിയുള്ളതായിരിക്കണം. വിളക്കെണ്ണ എന്ന പേരിൽ ചീഞ്ഞളിഞ്ഞ മാംസത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയാണ് പല വീടുകളിലും വിളക്കെണ്ണയായിട്ട് കത്തിക്കുന്നത്. ക്ഷേത്രത്തിലും അത് തന്നെയാണ് ചെയ്യുന്നത് പലയിടത്തും. അതുകൊണ്ട് തന്നെ അല്പം വില കൂടുതലാണെങ്കിലും നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, നമ്മുടെ വീടുകളിൽ നിർമ്മിക്കുന്ന വെളിച്ചെണ്ണ, ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ, ഇവയൊക്കെ ഉപയോഗിക്കുക. ദൈവത്തിന് ആവശ്യമില്ലാത്തതാണ് നാം നൽകുന്നത് എന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാകണം. എന്തെങ്കിലും ഒരു വിളക്ക് കൊളുത്തുകയല്ല ചെയ്യേണ്ടത്, അതിൽ പ്യൂരിറ്റി ഉണ്ടാകണം. അതായത് ശുദ്ധത അനിവാര്യമാണ്. ദൈവം നമ്മളിൽ നിന്ന് വിലയേറിയത് ചോദിക്കുന്നില്ല, ശുദ്ധമായത് മാത്രമാണ് ദൈവം ചോദിക്കുന്നത്. നമുക്കിനി ആറാം ഭാഗത്തിലേക്ക് കടക്കാം. അത് മന്ത്രശുദ്ധിയാണ്. പ്യൂരിറ്റി ഓഫ് മന്ത്ര. മന്ത്രങ്ങൾ തെറ്റായി ജപിക്കാതിരിക്കുക. നിങ്ങൾക്ക് മന്ത്രോപദേശങ്ങൾ ഒന്നും ലഭിച്ചില്ല എങ്കിൽ അമ്മ പറഞ്ഞു തന്ന ചെറുപ്പത്തിൽ കേട്ട് പഠിച്ച ഒരു മന്ത്രമാണെങ്കിലും നിത്യം ജപിക്കുക. അത് തെറ്റായി ജപിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാസികകളിൽ കണ്ട എല്ലാ മന്ത്രങ്ങളും ഗുരുപദേശമില്ലാതെ ജപിക്കാതിരിക്കുക. ഗുരുപദേശമില്ലാതെയും ജപിക്കാവുന്ന നിരവധി മന്ത്രങ്ങളുണ്ട്. പല മന്ത്രങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കതൊക്കെ കേട്ട് പഠിച്ച് ജപിക്കാവുന്നതാണ്. എന്നാൽ ഉച്ചാരണത്തിലൊക്കെ ശ്രദ്ധ ചെലുത്തി വളരെ ശ്രദ്ധയോടുകൂടി ചൊല്ലേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് അനാവശ്യമായി മന്ത്രങ്ങൾ മാറി മാറി ജപിക്കാതിരിക്കുക. ഒന്നിലും ഒരു സ്ഥിരതയില്ലാത്ത മനസ്സിന്റെ ലക്ഷണമാണത്. സ്ഥിരതയാണ് ഫലത്തിന് ഏറ്റവും അത്യാവശ്യം. ഒരു ദൈവം, ഒരു മന്ത്രം, സ്ഥിരത, ഇതായിരിക്കണം നമ്മളുടെ മനസ്സിലുള്ളത്. മറ്റു ദൈവങ്ങളെയൊക്കെ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കുകയോ സ്മരിക്കുകയോ ചെയ്യാം. ഉപാസന എന്നുള്ള രീതിയിൽ ഒരു ദൈവത്തെ മാത്രം സാധാരണക്കാർ ഉപാസിക്കുക. കൂടുതൽ ഉപാസിച്ചത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മന്ത്രോപദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉപാസിക്കാവുന്നതാണ്. പലരുടെയും ധാരണ എല്ലാ ദൈവങ്ങളെയും വിളിച്ചില്ല എങ്കിൽ അവരൊക്കെ പരിഭവിച്ചേക്കാമെന്നാണ്. പരിഭവിക്കുന്നത് മനുഷ്യരാണ്, ദൈവമല്ല. ഇനി നമുക്ക് ഏഴാം ഭാഗത്തിലേക്ക് കടക്കാം. അത് ദൈവവും നമ്മുടെ മനസ്സും എന്നുള്ളതാണ്. കഴിവതും എല്ലാ ദിവസവും കൃത്യമായിട്ട് വിളക്ക് കത്തിക്കാൻ ശ്രമിക്കുക. അല്പം സമയം മാറി എന്ന് പറഞ്ഞിട്ട് ദൈവം കോപിക്കില്ല. കൃത്യത വരുത്തുമ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യാനുള്ള ഒരു ഉത്സാഹം നമ്മളിൽ സൃഷ്ടിക്കും. അതുകൊണ്ടാണ് കൃത്യത ഉണ്ടാകണം എന്ന് പറഞ്ഞത്. സാഹചര്യങ്ങൾ കൊണ്ട് അല്പം സമയം മാറിയാലും വിളക്ക് കൊളുത്താൻ മടിക്കാതിരിക്കുക. വിളക്ക് കൊളുത്താൻ ഒരു ദിവസം കഴിയാതിരുന്നു എന്ന് വെച്ചിട്ട് ദൈവം കോപിക്കില്ല. കാരണം നമ്മൾ ആരാധിക്കുന്നത് നമ്മളുടെ മനസ്സറിഞ്ഞ ദൈവത്തെയാണ്, തൊട്ടാൽ കോപിക്കുന്ന പിശാചുക്കളെ അല്ല. ഇനി നമുക്ക് എട്ടാം ഭാഗത്തിലേക്ക് കിടക്കാം. അത് മാറ്റി വെക്കേണ്ട സമയത്തെ കുറിച്ചാണ് ചർച്ച. ദിവസവും 20 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഈശ്വര പ്രാർത്ഥനയ്ക്കായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ 10 മടങ്ങ് സമയം തിരിച്ചു നൽകുന്നതാണ്. അങ്ങനെ കൃത്യമായിട്ട് കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും പ്രാർത്ഥന ഉൾപ്പെടുത്തുന്നവർക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അതിന് സമയം കണ്ടെത്താൻ കഴിയാത്തവർക്ക് ജീവിതത്തിൽ ടെൻഷൻ അടിക്കാൻ, മാനസിക സമ്മർദ്ദം അനുഭവിക്കാൻ ധാരാളം സമയം കണ്ടെത്തേണ്ടതായിട്ട് വന്നേക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈശ്വരൻ എന്ന മഹാത്ഭുതം ഉള്ളത് തന്നെയാണ്. ഇനി നമുക്ക് അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പഞ്ചശുദ്ധിയുടെ സാരത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. പഞ്ചശുദ്ധി എന്നത് ഒരു ആചാരമല്ല, ഒരു ജീവിത ക്രമമാണ്. ശുദ്ധമായ ശരീരം, ശാന്തമായ മനസ്സ്, വിശുദ്ധമായ സ്ഥലം, വൃത്തിയുള്ള ദ്രവ്യം, സ്ഥിരമായ മന്ത്രം, ഇവയാണ് പഞ്ചശുദ്ധി. ഇവ ഒന്നിക്കുന്ന പക്ഷം നമ്മുടെ പ്രാർത്ഥന ദൈവത്തെ തേടിപ്പോകുന്നില്ല, ദൈവം നമ്മളിലേക്ക് വന്നിറങ്ങുന്നതാണ്. ഇതാണ് ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ ആത്മീയ ചിന്താഗതി. ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങൾക്കായിട്ട് എൻ്റെ പ്രാർത്ഥനയും ഞാൻ നീക്കിവെക്കാം. ആത്മാവ് വീണ്ടും വിളക്ക് തെളിക്കുന്ന അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.